ഓക്കെ, അപ്പൊ കഥ പറയാനായിട്ട് സന്ധ്യ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സന്ധ്യയായിട്ട് ഏറ്റുമുട്ടാൻ ആ ഒരു കോമ്പറ്റീഷൻ, ഒരു ഉഷാറ് വരണമെങ്കിൽ ഏറ്റുമുട്ടാൻ ഒരാൾ വേണം. അപ്പൊ അങ്ങനെ ഏറ്റുമുട്ടാനായിട്ട് എനിക്ക് പറ്റിയ ഒരാളെന്ന് തോന്നിയത് സ്മിഷയാണ്. വരൂ. എന്തായാലും എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമേജസ് നിങ്ങളെ കാണിക്കും. ഇപ്പം പലതരം ഇമേജസ് കാണിക്കുമ്പോൾ അതെല്ലാം കൂടി കൂട്ടി നിങ്ങളുടെ ഒരു ഇമാജിൻ വേൾഡിലേക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോവാം. അതായത് നമ്മൾ തരുന്ന ഇമേജസിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങളുടെ ഭാവനയിൽ ഒരു കുട്ടിക്കഥ, ഒരു മിനിറ്റിൽ ഒരു കുട്ടിക്കഥ നിങ്ങൾ പറയണം. അത്രേ ഉള്ളൂ. അത് ഇതായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, കോമഡി ആവരുത്, മറ്റേതാവരുത്, അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരേ ഇമേജിന് വ്യത്യസ്തമായിട്ടുള്ള ഭാവനയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ഇവരുടെ ഭാവന എവിടെ എത്തും എന്ന് നോക്കിയിട്ട് എവിടെയും എത്തിയില്ലെങ്കിൽ ഞാൻ ശ്വേതാജിക്ക് ആ ഭാവന തരും. ഓക്കെ, എല്ലാരും അലേർട്ടായിരിക്കണം. ചിലപ്പോ എന്റെ ഭാവന സീന ചേച്ചിയുടെയിലേക്ക് വരും കേട്ടോ. അപ്പോ രണ്ടുപേരും ഇവിടെ കഥ പറയാനായിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ കഥാമത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് ഇവരുടെ ഇമേജസ് ആദ്യം നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇനി സ്മിഷ തുടങ്ങാം. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അരിക്കൊമ്പനാണ് എൻ്റെ കഥയിലെ നായകൻ. അരിക്കൊമ്പനെ നമുക്ക് എന്താ പറയുക, എല്ലാവരും ഓരോ സ്ഥലത്തു നിന്ന് അതിൻ്റെ ഉപദ്രവം കാരണം ഓരോ സ്ഥലത്തു നിന്ന് പറഞ്ഞു വിടുമ്പോഴും അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതിനെ മിസ്സായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സമയങ്ങളിലും ഓരോ സ്ഥലത്ത് നമുക്ക് പറഞ്ഞു വിടുമ്പം ഈ ഗേൾ ഫ്രണ്ടിനെ കാണാത്തതിൻ്റെ വിഷമമായിരുന്നു. അവസാനം എല്ലാവരും കൂടി അരിക്കൊമ്പനെ ഒരു കൂട്ടിലേക്ക് അടച്ചിടുകയാണ്. ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് കൂട്ടിലേക്ക് അടച്ചിടുമ്പോഴും കാണാത്തതിൻ്റെ വിഷമം കാരണം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അരിക്കൊമ്പൻ കൂട് തുറന്ന് വെളിയിലിറങ്ങി, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കൂട് തുറന്ന് വെളിയിലിറങ്ങി ഗേൾ ഫ്രണ്ടിനെ കാണുകയാണ്. അവർ തമ്മിൽ എവിടേക്കോ ഓടി മറഞ്ഞു. പിന്നെ അവരവരുടേതായ ജീവിതം, അവരുടെ കാട്ടിനിടയിൽ ആരും കാണാതെ അവരുടേതായ സ്വന്തമായ ഒരിടം, മറ്റുള്ളവർ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടെ ആ ഒരിടം നഷ്ടപ്പെടുന്നത്. അവർ പിന്നെ അവരുടേതായ ലോകത്ത്, അവരുടെ വനത്തിൻ്റെ ഉള്ളിലേക്ക് അരിക്കൊമ്പൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി പോവുകയാണ്. പിന്നെ അവിടെ അവർ ഒരു കുഞ്ഞു ജീവിതം ജീവിച്ചു തുടങ്ങുന്നു. കുട്ടികളായി അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് അവർ പോവുകയാണ്. ഓക്കെ, നൈസ് നൈസ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴൊക്കെ ഒരുവിധം എല്ലാവരുടെ മനസ്സിലും ഈ അരിക്കൊമ്പൻ വന്നു കാണും. ഗ്രേറ്റ്, അപ്പോൾ കൊള്ളാം. ഇനി അടുത്തത് സന്ദീപ് ഓൾറെഡി വിഷ്വൽസ് കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് പോവാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരിടത്തൊരിടത്ത് ഒരു ആന ഉണ്ടായിരുന്നു. ഒരൊറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ആനയായിരുന്നു. ആ ആനക്ക് ഭയങ്കരമായ ഒരു ഡ്രീംസും ഭയങ്കരമായ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സ്വപ്നത്തിൽ കണ്ടതാണ്, അതുവരെ ഒറ്റപ്പെട്ട് ഒരു കൂട്ടിൽ അല്ലെങ്കിൽ ഒരു ഒറ്റക്ക് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഡ്രീം കാണുവാണ്. പുറത്തോട്ട് ഇറങ്ങി ഒരു നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ കാണുന്നതാണ്. സ്വപ്നം കാണുന്നതാണേ. നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ട് അവിടെ നല്ലൊരു റൊമാൻസ് സോങ് ഒക്കെ കഴിഞ്ഞ് നല്ല സ്വീറ്റ് ഒരു പാർക്കിൽ ബീച്ചിൽ നല്ലൊരു അനാർക്കലിയിൽ പോലത്തെ സോങ്സൊക്കെ അവർ ഫുൾ റൊമാൻസ് സോങ്സൊക്കെ കഴിഞ്ഞ് അവരെ ഇമോഷൻസൊക്കെ കൈമാറി അവിടെ നിന്ന് അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കല്യാണം കഴിച്ചു. അങ്ങനെ അവർക്കൊരു ഒരു കുട്ടി ആന വരുന്നതാണ്. സോ ഇതൊക്കെ ഒരു ഡ്രീംസിലൂടെ ഡ്രീംസിലൂടെ കണ്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോൾ പിന്നെയും ആ ആനക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ ഇപ്പോഴും ഒറ്റക്കാണല്ലോ എന്നുള്ള രീതിയിൽ. സോ ഓക്കെ, ഇതിപ്പോ സെയിം സംഭവം തന്നെ ആയിപ്പോയി. ഗേൾ ഫ്രണ്ടും അവരുടെ ജീവിതം റൊമാൻസും ഒക്കെ തന്നെ ആയിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇമോഷൻ നിങ്ങൾ മാറ്റി പിടിച്ചില്ലല്ലോ. സന്ധ്യ പറയുമ്പോ സ്മിഷ പറഞ്ഞ ഇമോഷൻ അല്ലാതെ കുറച്ച് കോമഡി ആയിട്ട് പറയാമായിരുന്നു. അതാണ് ഞാൻ ആ സോങ് രണ്ടുപേരും ഇപ്പൊ എടുത്തത് റൊമാൻസ് ആണ്. നിങ്ങൾ രണ്ടുപേരും എടുത്തത് റൊമാൻറ്റിക് ആണ്. അവിടെ ഒരു റൊമാൻസിങ്സ് ലവ് ഒക്കെ ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിക്ചറൊക്കെ കാണുമ്പോൾ പിന്നെ ആ റൊമാൻസ് ആൻഡ് ഒരു ഫാമിലി റൊമാൻറ്റിക് കോമഡി ത്രില്ലർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറയട്ടെ, ഇതിന് കുറച്ചും കൂടി ഒരു ഹ്യൂമർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇമോഷൻ ആയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ കണ്ടസ്റ്റൻസില്? ശൈത്യക്കുട്ടി, ഞാനിവിടെ ആ എക്സ്പ്രഷൻ ക്ലോസ് കിട്ടിയ എന്തോ ദൈവമേ.
അല്ല, ഞാൻ അമ്മയ്ക്ക് ചെറിയൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കാം. എന്നോട് എന്താ അതാണ്, ആ ചോദിച്ചേ? സ്റ്റോറിയാണ് നമുക്ക് വേണ്ടത്. പറ. അല്ല, ഞാൻ നോക്കുമ്പോ നിങ്ങൾ രണ്ടാളും ഭയങ്കര സംസാരം. അപ്പൊ ഞാൻ ശൈത്യ കുട്ടിയോട് ചോദിച്ചത്, ശൈത്യ അപ്പൊ അല്ല, ഒരു കോമഡി രീതിയിൽ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു. അതന്നെ, ആ കോമഡിയാണ് ഞങ്ങൾക്ക് വേണം. ഞങ്ങളും കൂടി ചിരിക്കട്ടെ മാഷേ. നിങ്ങൾ അമ്മയും മോളും മാത്രം എപ്പോഴും ചിരിച്ചാൽ മതിയോ? ഒരിടത്തൊരു കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയാം. യെസ് യെസ്. ഒരിടത്തൊരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് അത് സ്വപ്നം കാണുക. അതായത് ബാഹുബലിയില് അതിന് റോള് കിട്ടിയെന്ന്. അതാണ് ആ ഫോട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ബാഹുബലി 2 എടുത്തപ്പോഴേക്കും അതിന് റോളില്ല, വേറെ പുതിയ ആനേനെ കൊണ്ടുവന്നു. അതിനെ ഫുൾ ഇങ്ങനെ കൂട്ടിൽ അടച്ച മാതിരി. അതിന് ഭയങ്കര സങ്കടമൊക്കെ ആയി, ഭയങ്കര ഡിപ്രഷനൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴേക്കും അതിനെ വേറെ സിനിമയിലേക്ക് എടുത്തു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, കുട്ടികളുടെ കൂട്ടത്തിലൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു കുഞ്ഞൊരു കുട്ടിയാനായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടെന്താ എന്നെ വിളിച്ചത്. പക്ഷെ ഈ ബാഹുബലി ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ്. അവിടെ വരെ ആക്ച്വലി അവളുടെ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മള് ഡിസ്റ്റർബ് ചെയ്തത്. ഒരു ഡൗട്ട്, അല്ല ഇതിന്റെ ശരിക്കുള്ള സ്റ്റോറി എന്താ ഒന്ന് പറഞ്ഞുതരാമോ? അങ്ങനെ ചോദിക്കരുത്. അതായത് ഇത് കുഞ്ഞ് ആനക്കുട്ടി അരിക്കൊമ്പനാണെന്ന് വിചാരിക്കാം. വലുതായിട്ട് ഭയങ്കര ഒരു തലയെടുപ്പോടെ കാട്ടിലൂടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന അരിക്കൊമ്പനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ വാളുണ്ട് അതിന്റെ കയ്യിൽ. അതാണ് ഭയങ്കര ശക്തിശാലിയാണെന്ന് കാണിക്കാൻ ഒരു ഇമാജിനറി ഒരു ബാഹുബലി കറക്റ്റ് ആയിട്ട് പോകും. അപ്പോഴാണ് ഈ ഫോറസ്റ്റുകാര് കൃത്യമായിട്ട് ഈ അരിക്കൊമ്പനെ പിടിച്ച് കൂട്ടിലിട്ടത്. അപ്പൊ ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ അരിക്കൊമ്പന്റെ ഭാര്യ ഭർത്താവ് പോയല്ലോ എന്നുള്ള സന്തോഷത്തില് ബലൂണും പിടിച്ച് ഇങ്ങനെ തുള്ളിച്ചടി നടക്കായിരുന്നു. അപ്പോഴാണ് വേണമെങ്കിൽ നമുക്ക് പറയാലോ, നമ്മുടെ ചക്കക്കൊമ്പൻ അടുത്ത് വന്നപ്പോ ഭാര്യ വിചാരിച്ചു, എന്നാ ശരി ചക്കക്കൊമ്പനെങ്കിൽ ചക്കക്കൊമ്പൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അരിക്കൊമ്പന്റെ ഭാര്യ, ഞങ്ങൾ രണ്ടുപേരും അല്ല, അരിക്കൊമ്പന്റെ ഭാര്യയും ചക്കക്കൊമ്പനും കൂടി തമ്മിൽ ഒരു പ്രണയം. അതാണ് അവിടെ രണ്ടുപേരും കണ്ടത്, ഇങ്ങനെ കണ്ണും നോക്കി നിൽക്കണം. അങ്ങനെ വീണ്ടും അരിക്കൊമ്പനെ വേണമെങ്കിൽ നമുക്ക് ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ വന്നപ്പോ കാണുന്നത് അരിക്കൊമ്പന്റെ ഭാര്യയും ചക്കക്കൊമ്പനും ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സ്നേഹിച്ചിരിക്കുന്നു. അവർക്ക് കുഞ്ഞുണ്ടായി. അരിക്കൊമ്പന്റെ ഭാര്യ, ചക്കക്കൊമ്പൻ, കുഞ്ഞ്. അപ്പോൾ ഈ സങ്കടത്തിലാണ് അരിക്കൊമ്പൻ നാട്ടിലിറങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ നശിപ്പിച്ച്. ഈ ദേഷ്യമാണ് അരിക്കൊമ്പൻ ഇത്രയും ദേഷ്യക്കാരനായതിന്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കണം. പ്രേമ നൈരാശ്യം. എങ്ങനെയുണ്ട്? കള്ളം. എങ്ങനെയുണ്ട് ശ്വേതാജി? മഹാബോറോ? നീ നന്നായി കേറി വരികണ്ടായിരുന്നു, പിന്നെ എവിടെയോ നീ ആണോ വീണു. നാളത്തെ ഓൺലൈൻ ന്യൂസിലൊക്കെ കാണാം, സാസിയ പറഞ്ഞു അരിക്കൊമ്പന്റെയും ചക്കക്കൊമ്പന്റെയും സൂപ്പർ അമ്മയും മകളും